ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഗൈസ്. ഇത്ര സിമ്പിളായിട്ടൊരു അടിപൊളി പായസം. അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. കുറച്ച് മത്തങ്ങയും കുറച്ച് പരിപ്പും എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇതുപോലെ വേവിച്ച് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് ശർക്കരപ്പാനി അങ്ങോട്ട് അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞു വയറിൽ നല്ല ചൂടൊക്കെ തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു പൊള്ളണ പോലെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. നല്ല ചൂടുണ്ടായിരുന്നു ആ സമയത്ത്. അതേ അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തോട്ട് കുറച്ച് അലങ്കോലപ്പണികളും കൂടി ഉള്ളു. മുന്തിരിയും ക്യാഷും കുറച്ചധികം തേങ്ങാക്കൊത്തൊക്കെ കൂടി അങ്ങ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇതൊന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പോഴേക്കും ഇതേ മണം പിടിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ ഒരാളവിടെ എത്തിയിട്ടുണ്ട്. ഡ്രസ്സ് പോലും മാറാതെ ഫ്രഷ് ആവാതെ നേരെ കിച്ചണിലോട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ എന്നോട് പറയും പരിപ്പ് പായസം ഉണ്ടാക്കി കൊടുക്കുന്ന. ഇന്നിപ്പോൾ മത്തങ്ങയുടെ ഒരു പീസും കൂടെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ആ മത്തങ്ങയും കൂടെ കിട്ടോളാം. ഞാൻ വിചാരിച്ചില്ലേ ഈ സംഭവത്തിന് അടിപൊളിയാന്ന്. പരിപ്പിൻ്റെ പായസം പോലും ഞാൻ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കത്ര ഇഷ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ റെസിപ്പി പരീക്ഷണം സെറ്റായിരുന്നു. സംഭവം അപ്പം തന്നെ തീർന്നിട്ടുണ്ട്. ഇനി എന്തായാലും ഒന്നോടെ ഉണ്ടാക്കണം. അപ്പോൾ ഓക്കെ ബൈ.